നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണെന്നാണ് ഇന്ന് നമ്മൾ ടാരോട് ചോദിക്കുന്നത്. ടാരോ എന്താണ് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, ഇതാണ് നമ്മുടെ ഫ്രെഡ്സ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ടാറോ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഫ്രെഡ് ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ് വൺസിന്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പം ചിലവർക്ക് ഒറ്റപ്പെട്ട കുറെ മനുഷ്യർക്കുണ്ട്. ഇപ്പൊ ഈ ബന്ധം ഇപ്പൊ ഒറ്റപ്പെട്ട് ജീവിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ആശ്വാസം എന്ന രീതിയിൽ ബന്ധം ഇവരിലേക്ക് ചെന്നെടുത്തത്. അപ്പം അവര് ഇനി ഒറ്റപ്പെടുമോ എന്നുള്ള പേടിയിലാണ് അവർ ഇപ്പോഴും കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ചില സാഹചര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെന്നെ കളഞ്ഞിട്ട് പോകുമോ എന്നുള്ള ചിന്ത കൊണ്ട് ഇനി ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരാളുടെയാണ് ആ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കയ്യിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഈ വ്യക്തിക്ക് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം ആ വ്യക്തി വിചാരിക്കുന്നത് ഈ വ്യക്തി ഇനി എനിക്ക് പോകുമോ, ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെ കരുതുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും അത് ഒത്തുകൂടി എങ്ങനെ പോകണമെന്നൊക്കെ ചിന്തയുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. രണ്ടാമത്തത് കിങ് ഓഫ് സോഡ് എന്നാണ്. അപ്പം കിങ് ഓഫ് സോഡിന്റെ എനർജി വരുന്നത് ഓപ്പോസിറ്റ്, ഈ റീഡിങ് കാണുന്ന വ്യക്തിയല്ല, ഓപ്പോസിറ്റ് വ്യക്തിയുള്ള വ്യക്തി ഭയങ്കര ശക്തനായ ഒരു വ്യക്തിയാണ്. അപ്പം ഇവരുമായിട്ടുള്ള ഈ ബന്ധം നമുക്ക് സൂറ്റബിൾ ആകുമോ? ചിലപ്പം ഈ റീഡിങ് കാണുന്ന വ്യക്തിയെക്കാട്ടിൽ എന്തുകൊണ്ടും ചിലപ്പം ഒരു ഫൈനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ കാസ്റ്റ് ബേസ് ആവാം, എന്തിനായാലും കുറച്ച് ഉന്നത സ്ഥായിലുള്ള വ്യക്തിയാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി. റീഡിങ് കാണുന്ന വ്യക്തി അല്ലെങ്കിൽ മറ്റേ വ്യക്തി ആവാം. അപ്പം അത് ആ വ്യക്തി അപ്പം വിചാരിക്കുന്ന ഇപ്പൊ ഇത്രയും സ്ഥായിൽ നിന്ന് എനിക്ക് ബന്ധം സൂറ്റബിൾ ആയിട്ട് വരുമോ ഇല്ലയോ എന്നൊരു ടെൻഷനിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അപ്പം എന്നിട്ടും ആ വ്യക്തി ഈ സ്ഥാനമാനങ്ങളുള്ള വ്യക്തി എന്തും പറട്ടെ നേരിടാം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ കിങ് ഓഫ് സോഡിന്റെ എനർജി ഇരിക്കുന്നതും. എന്നിട്ടും ആ വ്യക്തിക്ക് ഈ ബന്ധത്തിൽ വന്നു ചേരണമെന്നും മുന്നോട്ട് പോകണമെന്നും നല്ല ആവശ്യമുണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള അന്തരമാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അടുത്ത ദി ഹീറോഫന്റ് എന്ന കാർഡാണ്. ദി ഹീറോഫന്റ് എന്ന കാർഡ് പറയുന്നത് ഈ വ്യക്തിയിൽ കുറെയൊക്കെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടത്തുന്ന ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഈ ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ വന്ന് ചേരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോബ്ലം ഒക്കെ വന്നു ചേരുമ്പോൾ നിങ്ങൾ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കാലത്തേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈ വ്യക്തി നോർമലായിട്ട് വരുമെന്നാണ് ഇത് ഹീറോഫന്റ് എന്ന കാർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തി സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നതിന്റെ ഭാഗമാണ് പല പല പ്രശ്നങ്ങളെ ഈ വ്യക്തി നേരിടേണ്ടി വരുന്നത്. പലതരം പ്രശ്നങ്ങളെ നേരിടാൻ പലതരം ആളുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ പല ഇഷ്ടമില്ലാത്ത പലതരം വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഹീറോഫന്റിന്റെ കാർഡ് സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിന് ശേഷം ഈ ബന്ധത്തിൽ ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് പേജ് ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. എന്ന് പറഞ്ഞാൽ പൈസ ഉദ്ദേശിച്ച് പോയ ഒരു എനർജിയുടെ കാർഡാണ് പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ. കുറേയധികം പണം കിട്ടിയതിന് ശേഷം ഈ ബന്ധം തുടരാം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു പോകാം എന്നിച്ച് ആശിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒത്തിരി പണം മോഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പണം മോഹിച്ച് പോയിട്ടുണ്ടാകാം. അപ്പം ആ പൈസ കിട്ടിയതിന് ശേഷമേ ഈ ബന്ധം തുടങ്ങാൻ പറ്റൂ എന്ന സാഹചര്യത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഒരു പക്ഷെ ആ വ്യക്തിക്ക് അധികം കടബാധ്യതകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവും. അതായിരിക്കും പണം പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അപ്പൊ ആ വ്യക്തികൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ വന്ന ശേഷം നിങ്ങളുടെ ബന്ധം കറക്റ്റായി മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പേജ് ഓഫ് പെന്റക്കിളിന്റെ കാർഡ് പറഞ്ഞത്. ഇതൊരു യങ്ങർ എനർജിയാണ്. നിങ്ങളെക്കാൾ വയസ്സ് കുറഞ്ഞ ഒരാളിന്റെ എനർജിയാണ് ഈ കാണിക്കുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളെ കാണിക്കുന്ന
കാർഡാണ് ഏസ് ഓഫ് പെന്റക്കിൾ എന്ന് പറയുന്നത്. പ്രപഞ്ചമായിട്ട് നമുക്ക് തരുന്ന പല ചാൻസുകളുമാണ് ഏസ് ഓഫ് പെന്റക്കിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഏസ് ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതസാഹചര്യം മോശമായിരിക്കുന്ന അവസ്ഥയിൽ പ്രപഞ്ചമായിട്ട് നമുക്ക് പണം എത്തിച്ചു തരികയും ആ പണത്തോടു കൂടി നമ്മൾ ചെറിയനായി പോകുന്ന ഒരു അവസ്ഥയുമാണ് കാണിക്കുന്നത്. അടുത്തത് എയ്റ്റ് ഓഫ് കപ്സ് എന്ന എനർജിയാണ്. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ആ വ്യക്തി സാറ്റിസ്ഫൈ അല്ല, നിങ്ങളിൽ നിന്ന് ദൂരത്തേക്ക് പോയി മറിയുന്ന ഒരു എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്പിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ആ വ്യക്തി 8 കപ്പുകളെ ഉപയോഗിച്ച് ബാക്കി വരുന്ന 2 കപ്പുകളെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പം ആ വ്യക്തി നിങ്ങളിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇനി കിട്ടാൻ എന്തുണ്ട് അത് അന്വേഷിച്ച് പോകുന്ന ഒരു എനർജി കാണിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഒരു ഫെയിൽ ആയിട്ടാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒട്ടുമേ സാറ്റിസ്ഫൈ ആകാത്ത ഒരു എനർജിയാണ് ഈ കാർഡ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് കാണിക്കുന്നത് 4 ഓഫ് കപ്പ് എന്ന എനർജിയാണ്. അതും നഷ്ടപ്പെട്ടു പോയ ഒരു പല കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അതും കാണിക്കുന്നത്. അത് പ്രപഞ്ചത്തിൽ നിന്ന് ആ ഒരു കപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഈ കപ്പിനെ കളയാൻ ആ വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ആ കപ്പിനെ നോക്കി ഇരിക്കുകയാണ്. പ്രപഞ്ചം അതിലും നല്ലൊരു കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ വ്യക്തി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് 8 ഓഫ് സോർട്സിന്റെ 8 ഓഫ് ഫോൺസിന്റെ എനർജിയാണ്. അപ്പം ഇതൊരു യാത്രയുടെ കാർഡുമാണ്. അപ്പൊ എന്തോ നിങ്ങളിലേക്ക് വന്നെടുക്കുന്ന ഒരു കാർഡാണ് 8 ഓഫ് ഫോൺസിന്റെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ ഒരു വ്യക്തി ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി വരുന്നതും അതിന് സ്പീഡിലാണ്. വൺസ് ഒരു കമ്പറിഞ്ഞാൽ അറിയത്തില്ല, സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ അതുപോലെ 8 ശരങ്ങളുടെ വേഗത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുക്കുന്നു. അതുകൊണ്ട് ഇതൊരു റിലേഷൻ പോസിറ്റീവിലോട്ട് പോകുന്നതായിട്ടാണ് നിങ്ങളെ ഈ ബന്ധം പോസിറ്റീവിലോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പം ഈ വ്യക്തി യാത്രയുടെ കാർഡായതുകൊണ്ട് യാത്ര ചെയ്ത് വന്ന് നിങ്ങളെ കാണുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അടുത്തത് ദി ഹെർമിറ്റ് എന്ന കാർഡാണ്. ദി ഹെർമിറ്റ് എന്ന കാർഡ് പറയുന്നത് മറ്റു പലരുടെയും ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ പലർക്കും സാറ്റിസ്ഫൈ ഉണ്ടാകാൻ വേണ്ടി ഈ റിലേഷൻ തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി പല സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ആയി പോകുന്നു എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ തന്നെ ആ വ്യക്തി ഒത്തിരിയധികം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പലരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു എനർജിയാണ് ഈ കാർഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നാളെ സൺഡേ ഞാൻ നോർമലി ഏഞ്ചൽ റീഡിങ് സെപ്പറേറ്റ് ഷോർട്ട് ആക്കി ഇടുന്ന ഇതിൽ ആഡ് ചെയ്തേക്കാം. ഏഞ്ചൽസ് എന്താ പറയുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കട ഇറ്റ് ഈസ് അപ് ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഇറ്റ് ഈസ് അപ് ടു യു എന്ന് പറഞ്ഞാൽ നിങ്ങളിലാണ് അവർക്ക് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ വേണം, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഏഞ്ചൽ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏഞ്ചൽ കാർഡ് എന്താ പറഞ്ഞാൽ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് തന്നെ ചോദിക്കൂ ഇതിനുള്ള ആൻസർ എന്നാണ് പറയുന്നത്. ഒരു കാർഡ് കൂടി എടുത്തു നോക്കാം. നോ നീഡ് ടു വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഏഞ്ചൽസിനും യൂണിവേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ കൂടുന്നത് കറക്റ്റ് പ്രോസസ് ആണ്, നിങ്ങൾ വിശ്വസിച്ചോളൂ, ഈ കാര്യം നടന്നു കിട്ടുമെന്നാണ് ഏഞ്ചൽസ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. എല്ലാവർക്കും റെസൊനേറ്റ് ആയെന്ന് കരുതുന്നു. താങ്ക് യു.